Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എനിക്കിതിൽ ഇടപെടണമെന്നില്ല. എനിക്ക് ഇതിൽ ഇടപെടണമെന്നില്ല. I don't want to get involved in this. ഇടപെടുക എന്നതിന് ഇംഗ്ലീഷിൽ ഇൻവോൾവ് എന്നാണ് പറയുക. ഗെറ്റ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇടപെടുക, അതായത് ഇൻവോൾവ് ആവുക അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഗെറ്റ് ഇൻവോൾവ് എന്ന് പറയുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ്. എനിക്ക് ഇൻവോൾവ് ചെയ്യണ്ട, എനിക്ക് ഇൻവോൾവ് ചെയ്യണമെന്നില്ല. ഇൻ ദിസ് എന്ന് പറഞ്ഞാൽ ഇതിൽ, അതായത് ഈ കാര്യത്തിൽ ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. ഞാൻ ഇടപെടുന്നില്ല, ഞാൻ ഇടപെടുന്നില്ല. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ്. ഇവിടെ നമ്മൾ ഇൻ ദിസ്, അതായത് ഈ കാര്യത്തിൽ, അത് നമ്മൾ പറയുന്നില്ല. കാരണം ഏത് കാര്യമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്, കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും. ഇനി അഥവാ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്, അപ്പോൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് കാണിക്കണമെങ്കിൽ നിർബന്ധമായും ഇൻ ദിസ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അതായത് ഞാൻ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയണമെങ്കിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് എന്ന് പറയണം. ഓക്കെ, ഞാൻ ഇടപെടാൻ പോകുന്നില്ല. ഞാൻ ഇടപെടാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. ഇവിടെ ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. നേരത്തെ നമ്മൾ ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ്. അപ്പൊ ഞാൻ ഇടപെടാൻ പോകുന്നില്ല. ഇവിടെ നമുക്ക് ഇൻ ദിസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്. എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻവോൾവ്ഡ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻവോൾവ്ഡ്. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് താല്പര്യമില്ല. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ നോട്ട് ഗെറ്റിംഗ് ഇൻവോൾവ്ഡ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗെറ്റിംഗ് ഇൻവോൾവ്ഡ്. രണ്ടിന്റെയും ഡിഫർ ഒന്ന് മനസ്സിലാക്കുക. വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട. വെറുതെ എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട. സിംപ്ലി ഡോണ്ട് ഡ്രാഗ് മീ ഇൻ ടു ദിസ്. സിംപ്ലി ഡോണ്ട് ഡ്രാഗ് മീ ഇൻ ടു ദിസ്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചിഴയ്ക്കുക. അപ്പോ ഡോണ്ട് ഡ്രാഗ് മീ എന്ന് പറഞ്ഞാൽ എന്നെ വലിച്ചിഴക്കേണ്ട. ഇൻ ടു ദിസ് ഇതിലേക്ക്. വെറുതെ സിംപ്ലി. അപ്പോൾ സിംപ്ലി ഡോണ്ട് ഡ്രാഗ് മീ ഇൻ ടു ദിസ്. സിംപ്ലി എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വെറുതെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സിംപ്ലി ഡോണ്ട് ഡ്രാഗ് മീ ഇൻ ടു ദിസ്. എനിക്കിതിൽ ഇടപെടാൻ സാധ്യമല്ല. എനിക്കിതിൽ ഇടപെടാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ. എനിക്ക് പോസിബിൾ അല്ല. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യത. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ. നോട്ട് പോസിബിൾ സാധ്യമല്ല. ഫോർ മീ ടു ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്. ഇതിൽ ഇടപെടാൻ എനിക്ക് സാധ്യമല്ല. എനിക്കിതിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? എനിക്കിതിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്? ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ. എങ്ങനെയാണ് എനിക്ക് ഇതിൽ ഇടപെടാൻ പറ്റുക? ഹൗ ക്യാൻ ഐ, എങ്ങനെയാണ് എനിക്ക്. ഞാൻ ഇടപെടണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇടപെടണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഐ ഷുഡ് ഗെറ്റ് ഇൻവോൾവ്ഡ്? ഡു യു തിങ്ക് ഐ ഷുഡ് ഗെറ്റ് ഇൻവോൾവ്ഡ്? നിനക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് ഐ ഷുഡ് ഗെറ്റ് ഇൻവോൾവ്ഡ്. ഇതിൽ ഞാൻ ഇടപെടണമെന്ന് ഡു യു തിങ്ക്, നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇടപെടാം. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇടപെടാം. ഐ ക്യാൻ ഗെറ്റ് ഇൻവോൾവ്ഡ്
if you want me to. I can get involved if you want me to. If you want me to എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ I can get involved. ഞാൻ ഇതിൽ ഇടപെടാം. ഈ സെന്റൻസിനെ നമുക്ക് വേറെ രീതിയിലും പറയാവുന്നതാണ്. If you want me to get involved, I can. If you want me to get involved, I can. ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് I can get involved if you want me to. രണ്ടാമത്തേൽ പറഞ്ഞത് if you want me to get involved, I can. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. നിനക്ക് വേണ്ടി ഞാൻ ഇടപെടാം. നിനക്ക് വേണ്ടി ഞാൻ ഇടപെടാം. For your sake, I shall get involved. For your sake, I shall get involved. SAKE, sake. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഒരു കാര്യത്തിന് വേണ്ടി വേറൊരു കാര്യം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഫോർ യോർ സേക്ക്, നിനക്ക് വേണ്ടി. എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിനക്ക് വേണ്ടി, ഫോർ യോർ സേക്ക് ഐ ഷാൽ ഗെറ്റ് ഇൻവോൾവ്. ഞാൻ ഇതിൽ ഇടപെടാം. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു.